അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി പ്ലാൻ ചെയ്തിട്ട് ദോശ എക്സ്പ്രസ്സിൽ വരാമെന്നാണ് കരുതിയത്. അപ്പോൾ ഞാൻ അവിടെ 3 മണിക്ക് എത്തി. നമ്മൾ രാവിലെ ഇറങ്ങിയതാണ്, രാവിലെ അല്ല ഒരു 11 മണിക്ക് ഇറങ്ങിയതാണ്. ഉച്ചത്തെ ഫുഡ് കഴിച്ചിട്ടില്ല. അപ്പോൾ നല്ല വിശപ്പുണ്ടായതുകൊണ്ട് തന്നെ ഞാൻ കഴിച്ചു. ആളവിടെ ബസ്സിൽ വിശന്നുകൊണ്ട് വെയിറ്റിംഗ് ആണ്, ബ്ലോക്കിൽ പെട്ട് കിടക്കുകയാണ്. ഞാൻ ഫുഡൊക്കെ കഴിച്ച് നിർവൃത്തി അടഞ്ഞപ്പോഴേക്കും ആൾ വന്നു കേട്ടോ. അങ്ങനെ ആളെത്തി, ആൾക്കും ദോശ ഓർഡർ ചെയ്ത് കഴിച്ചു. എൻ്റെ അതേപോലെ തന്നെ സെയിം സെറ്റ് ഓഫ് ദോശയും ചായയാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഉണ്ട് റിവ്യൂ. എന്നെക്കാട്ടും നന്നായി അഭിപ്രായം പറയാൻ പറ്റുന്ന ഒരാളാണ് എന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇനി അമ്പലത്തിൽ പോകണം എന്നുള്ള പ്ലാനാണ്. പക്ഷേ എങ്ങോട്ടാണ് എന്താണെന്നുള്ള ഒരു ഐഡിയ ഇല്ല. അപ്പോൾ പുറത്തിറങ്ങിയിട്ട് തീരുമാനിക്കണം. പിന്നെ ഈ ഏരിയയിൽ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അഭിപ്രായം കേട്ടിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. രണ്ടുപേരും ഇറങ്ങുകയാണ്. ഇനി എങ്ങോട്ടെങ്കിലും ഒക്കെ പോകണം. ദോശ കുഴപ്പമില്ല, പക്ഷേ ആ ബാത്റൂം തുറന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ആ ഒരു വസന്തം, ആ മണം ഞങ്ങളെ ആസ്വദിച്ച് ഭയങ്കരമായിട്ട് ആകർഷിച്ചു. പക്ഷെ 5 കൊണ്ടൊരു ദോശ കിട്ടും കേട്ടോ. അത് വലിയൊരു മസാല ദോശ അല്ല, ഗീ റോസ്റ്റ് കിട്ടും. കുഴപ്പമില്ല, അത്യാവശ്യം വലിയ ദോശയാണ്, നല്ല മസാല ചായയാണ്. പക്ഷേ ബാത്റൂമിൻ്റെ ഭാഗത്ത് പോയിരിക്കരുത്, നിങ്ങൾ കുറച്ച് മാറി ഇരുന്നാൽ മതി. നമ്മൾ കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ നടക്കുകയാണ്. ഇത്ര നേരം മഴയില്ലായിരുന്നു, ഇപ്പം ഭയങ്കര കാറ്റും മഴയുമാണ്. ഞങ്ങൾ എത്തുവാണെങ്കിൽ കാണാം, വഴി കറക്റ്റാണോ നോക്കി. അങ്ങനെ നടന്ന് ഞങ്ങൾ അവസാനം ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലത്തിൽ തന്നെയാണ് എത്തിയത്. അപ്പോൾ അമ്പലത്തിലെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.